ശ്രീ കൃഷ്ണ ജയന്തി സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു പച്ചരി നല്ലപോലെ ഇനി കഴുകിയ ശേഷം ഒരു 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. അരി 2 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. വെള്ളം വാർത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാനൊരു പകുതി ഇട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ ദോശമാവും ഇഡ്ഡലി മാവൊക്കെ അരയ്ക്കുന്ന മിക്സി ജാറാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ പകുതി അരി മാറ്റിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, അരച്ചെടുത്താൽ മതി. അപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അരിയൊക്കെ ഒന്ന് 2 ആയിട്ടുണ്ട്. ആ രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇനി ബാക്കി അരിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ബാക്കി അരി ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി അരി പകുതി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കര എന്നുള്ള അളവിലാണ്. ആ 1 കപ്പ് ശർക്കര മുഴുവനായിട്ട് ഞാൻ അരച്ച അരിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരിയും ശർക്കരയും ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതുവരേക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പാളയംകോടൻ പഴമാണ്. 2 പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ചെറിയ പാളയംകോടൻ പഴം ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പഴം നമ്മൾ ചേർക്കുന്നത് അപ്പം സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷമാണ് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ അരിയും ശർക്കരയൊക്കെ മെഷർ ചെയ്ത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ അപ്പം ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കാം. ഞാൻ മാവ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ അപ്പത്തിൻ്റെ മാവ്. തീരെ ഫൈനായിട്ട് അങ്ങ് അരക്കരുത്. തൊട്ട് നോക്കിയാൽ ചെറിയൊരു തരിയുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒറ്റയടിക്കാൻ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ തരികൾ ഉണ്ടാകുന്ന ഫീൽ ചെയ്യണം. ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അതാണ് അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമ്മൾ 2 മണിക്കൂർ പുളിക്കാനായിട്ട് വെക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം അപ്പം ചുട്ടെടുക്കാം. ഇനി അപ്പം മാവിൽ ചേർക്കാനുള്ളത് ഏലക്ക പൊടിയും തേങ്ങാക്കൊത്ത് വറുത്തതുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സി ജാറിൽ 4 ഏലക്കയുടെ തൊലി കളഞ്ഞ കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരി അരയ്ക്കുമ്പോൾ തന്നെ കൂടെ ഏലക്കയുടെ കുരു ഇട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഏലക്കയുടെ കുരു ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇനി അപ്പം ചുടുന്നതിന് മുന്നേ നമുക്ക് മാവിൽ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരേക്കും ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊരു തട്ടിലോട്ട് മാറ്റാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പമാവിലോട്ട് തേങ്ങാക്കൊത്ത് വറുത്തതും ഏലക്കയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും വറുത്ത് ചേർക്കുന്നവരുണ്ട്. ഞാനിവിടെ എള്ള് വറുത്ത് ചേർത്തിട്ടില്ല. ഇനി ഇതിലോട്ട് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ചേർത്താൽ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 നുള്ളു ചേർത്താൽ മതി. ഈ ബാറ്റർ അരച്ചെടുക്കുമ്പോൾ ഞാൻ മൊത്തം 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം മാവ് ഒഴിച്ച് അപ്പം വെന്ത് വരുമ്പോൾ അതങ്ങ് പിളർന്നു പോകും. അപ്പം അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാം. ഇനി അപ്പത്തിൻ്റെ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കുഴിയിലും നിറഞ്ഞ രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. നെയ്യും എണ്ണയും നമുക്ക് മിക്സ് ചെയ്ത് ഒഴിക്കാം. പക്ഷേ മാവ് ഒഴിക്കുമ്പോൾ അതങ്ങ് പതഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ കുഴിയിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം തീയിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും.
എണ്ണയ്ക്ക് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ അടിഭാഗം വെന്തിട്ടുണ്ട്, അപ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. ആ സമയമാണ് നമ്മളിതൊന്ന് തിരിച്ചു കൊടുത്ത് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കുന്നത്. ഞാൻ തിരിച്ചു മറിച്ചിടാൻ പപ്പടക്കമ്പിയാണ് ഉപയോഗിക്കുന്നത്. 2 സൈഡും ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു സൈസിലുള്ള 30 ഉണ്ണിയപ്പമാണ് എനിക്ക് കിട്ടിയത്. ടിപ്സും ഇൻഗ്രീഡിയൻറ്റിൻ്റെ ലിസ്റ്റും ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു.